ആ അച്ഛൻ വന്നു വേണ്ട. നീ ഇവിടെ നിൽക്കണടാ. ഫോൺ എടുത്ത് അവിടെ വെച്ചിട്ട് ഇവിടെ വന്നാ നീ ചെന്ന് കയറി കൊടു. ആ ഗൗരി എന്നെ മഷിയാക്കും. എന്തിരിച്ചാ വിഷമിച്ചിരിക്കുന്നവരടുത്താണ് ഇങ്ങനെയൊക്കെ ഒന്ന് പറയണേ? എന്തൊരു വിഷമം? മനുഷ്യൻ ടെൻഷൻ അടി ചത്ത് എവിടെ പോയി അറിഞ്ഞൂടല്ലേ? ഡേയ് നിനക്ക് എന്ത് പ്രശ്നം? അച്ഛാ കുട്ടുമോ, ഞാൻ ഒരു കാര്യം പറയാം. പക്ഷെ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിടിക്കാൻ പോണില്ല എന്തായാലും. എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കുട്ടുമാനെ കുറേ ആയിട്ട് ശ്രദ്ധിക്കണ്. നമുക്കേ കുട്ടുമാമനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുവന്ന് കൺസൾട്ട് ചെയ്യും. ഇത് വിഷാദ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണമാണ്. ഐ മീൻ ഡിപ്രഷൻ. തന്നച്ചാ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാനസിക സംഘർഷം. പേടിക്കണ്ടെന്ന് പറയടാ മാമ. പേടിക്കൊന്നും വേണ്ട കേട്ടാ. ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും പറഞ്ഞാണ്. അപ്പൊ അച്ഛനത്തിന് വേണ്ടില്ലേ മാമ? ഈ അവസ്ഥ വാസ്തവത്തിലൊരു രോഗാവസ്ഥയാണ്. ഉറക്കം, വ്യക്തിത്വം, തൊഴില്, ഭക്ഷണ രീതി, കുടുംബം, ലൈംഗിക ജീവിതം. ഞാൻ ഈ പറഞ്ഞതിനെയൊക്കെ വലിയതായിട്ട് ബാധിക്കുമ്പോഴാണ് ദുഃഖം വിഷാദ രോഗമായി മാറുന്നത്. അതുപോലെ തന്നെ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നഷ്ടപ്പെടുമ്പോൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വിയോഗം, പിന്നെ ദുരന്തങ്ങൾ, ഈ ബാല്യകാലത്തെ തിക്താനുഭവങ്ങൾ, ചൂഷണത്തിനിരയായവർ, സ്ത്രീകളിൽ പ്രസവാനന്തരം. ഇതൊക്കെ പറയേണ്ട കാര്യങ്ങളാണ്. മാമ, ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളൊക്കെയാണ് മനുഷ്യനെ വിഷാദ രോഗികളാക്കി മാറ്റുന്നത്. ഞാൻ ഈ പാറമടയെ ചാടി ചാവും കേട്ടോ മാമ. തന്റെ മക്കളും കൂടെ കുറെ നാളുകൊണ്ട് എന്നെ മാനസിക രോഗിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇറ്റ്സ് എ ഫാക്ട്. കുട്ടുമാമ, ഞാനിത് മാമന്റെ നല്ലതിന് വേണ്ടിയാണ് പറഞ്ഞത്. കേശു നീ പോ. ഇല്ല നീ പോ പോ. ഓ ശ്രീകുട്ട, എന്നോട് പറ, എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്നെ അലട്ടുന്ന സമസ്യ? എൻ്റെ അടുത്ത് പറയടാ. അളിയ, ഞാൻ അളിയൻ്റെ അടുത്ത് പറയാം. പക്ഷെ ആരടുത്തും പറയല്ലേ. ഞാൻ ആരടുത്തും പറയൂടാ. ഞാൻ ഫോൺ എടുത്ത് കളയണോ അതോ? വേണ്ട, ഞാൻ ഓഫ് ചെയ്തു. കടയില്ല. അളിയ, ഞാനിന്ന് വെളുപ്പാങ്കാലത്തെ ഒരു സ്വപ്നം കണ്ട്. ഫലിക്കും. ഒരു ഭയങ്കര മല, അവിടെ ഒരു മരത്തണലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. വിജനമാണ് ചുറ്റും. ആരെയും കാണാതായപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞ്. സ്വപ്നത്തിൽ എനിക്കൊരു 6-7 വയസ്സ് കാണും കേട്ടോ അളിയാ. ഇരുന്നിരുന്ന് കരഞ്ഞപ്പോൾ ഉണ്ട് അങ്ങ് താഴെ കൂടെ അച്ഛനും അമ്മയും നടന്നു പോണു. ഭാഗ്യം, ഒറ്റയ്ക്കല്ലല്ല. ഞാൻ വിളിച്ചു, അച്ഛനും അമ്മയും വിളിച്ചപ്പോൾ അവരെന്നെ കണ്ടേ. ഞാൻ അവരെ പുറകെ കൂടെ ഇങ്ങനെ ഓടയാണ്. ആ വഴി കൂടെ ഇങ്ങനെ ഓടിയപ്പോൾ അവർ തിരിഞ്ഞു നോക്കി എന്നെ കൈ കാണിച്ച്. ഞാൻ ഓടുമ്പോൾ അവർ എന്നെ നോക്കി നടന്നു പോകണല്ലയാ. ഞാൻ അടുത്തെത്തിയപ്പോഴേ പൊങ്ങിപ്പോയല്ലേ. ചാടി പിടിക്കാൻ പറ്റില്ല. മുമ്പേ ചാടി പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ കൈ കാണിച്ചളയാ. എന്തിനാ സ്വപ്നവിടെ? അതാണല്ലേ ഞാനിങ്ങനെ ആലോചിക്കണേ. പെട്ടെന്നേ ഞാൻ ആകെ വിഷമത്തിലാണ് അളിയ. എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് ഞാൻ അവരെയൊക്കെ ഒഴിവാക്കുകയാണ്. അവരെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ലേ. പിന്നെ ഇവിടെ നിന്നാലേ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും പറ്റുള്ളൂ. ഇങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഗൗരിയും ജീവിതത്തിലേക്ക് വന്ന്
അച്ഛനമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണം അവരെ അച്ഛനും. ഞാൻ ചെയ്യണത് ശരിയാണോ തെറ്റാണോ പിന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അളിയ. പോണോ വേണ്ടേ അളിയ? ശ്രീകുട്ടാ, ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ഇപ്പോൾ നമ്മൾ എത്ര ആലോചിച്ചാലും പിടി കിട്ടൂല. നീ വാ. പിന്നെ ഇക്കാര്യം വേറെ ആരടുത്തും പറയരുത്. അളിയൻ മാത്രം അറിഞ്ഞാൽ മതി. പലരും പല രീതിയിലും ചോദിക്കും. മനസ്സ് തുറക്കരുത്. വാ നടാ. ഞാൻ ഇരിക്കല്ലേ, കരയാ.